Good morning. A very warm welcome to our channel Lit Master. ഇന്ന് നമ്മൾ ട്രാൻസാക്ഷൻസ് എസെൻഷ്യൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് എന്ന് പറയുന്ന ഫസ്റ്റ് സെമസ്റ്റർ ഇംഗ്ലീഷ് കോമൺ കോഴ്സ് ആയിട്ടുള്ള പേപ്പറിൻ്റെ 4ാമത്തെ ചാപ്റ്റർ സ്പീക്കിംഗ് സ്കിൽസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി നമ്മൾ 1, 2, 3 ചാപ്റ്ററുകളിൽ വളരെ വിശദമായുള്ള ഒരു ഡിസ്കഷൻ നടത്തിയിരുന്നു. അതിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഗ്രാമർ, അതേപോലെ തന്നെ പ്രൊനൗൺസിയേഷൻ, വൊക്കാബുലറി, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പഠിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് സ്പീക്കിംഗ് സ്കിൽസ്. ഇൻ ദിസ് മൊഡ്യൂൾ വി ആർ very eagerly waiting for different expressions in different situations, how we can use what we have studied in the earlier classes. നമ്മൾ പഠിച്ചതിനെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആലോചിക്കുന്നത്. ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ വിവിധങ്ങളായ എക്സ്പ്രഷൻസാണ് നമ്മൾ ഇതിലൂടെ പഠിക്കാൻ പോകുന്നത്. വിവിധ സമയങ്ങളിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വളരെ കീനായി ശ്രദ്ധിക്കുകയും പിന്നീട് നിങ്ങളുടെ ഉപയോഗങ്ങളിൽ അതിനെ നിരന്തരമായി ഉപയോഗിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു ഉപകാരം കിട്ടുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വാട്ട് ഐ ഹാവ് ടു സേ ടു യു ഈസ് ദാറ്റ്, നമ്മൾ പറഞ്ഞു വന്നത്, പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ വളരെ സൂക്ഷ്മമായ രീതിയിൽ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നില്ല. പകരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്, ആ പഠിച്ച ഭാഗങ്ങളിലേക്ക് നമ്മൾ പെട്ടെന്ന് പോവുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് പഠിച്ച ഭാഗങ്ങളിലേക്ക് എത്തിപ്പെടുന്നു. എന്നിട്ട് നിങ്ങളതിനെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. Unless you could not practice this what we have studied, you could not go further in our English language. Already we have studied or learned the primary or the primary steps to use the language or to understand the language and to implement the language. If we do not use it, if we could not use this language in our day-to-day life or in our practices, we could not go further or could not flourish in our language. So what I have to say is, especially in this chapter which is related to speaking skills, that you should follow the language steps that we have studied in the last chapters. So I am directly going to the first chapter, speaking skills. സ്പീക്കിംഗ് സ്കിൽസിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏരിയയിലൂടെയാണ് കടന്നു പോകുന്നത്. പാർട്ട് 1 നമ്മൾ പറയുന്നത് എവറിഡേ ട്രാൻസാക്ഷൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളാണ്. അതിൽ വാമപ്പ് ആയിട്ടുള്ള കുറച്ചു കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അതിൽ മാച്ച് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് ഇൻ കോളം എ വിത്ത് ദ റെസ്പോൺസസ് ഇൻ കോളം ബി. അതിവിടെ മാച്ച് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ മാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ഇതും തമ്മിൽ തട്ടിച്ച് നോക്കിയതിനു ശേഷം മനസ്സിലാക്കുക. I understand always used to work in Japan. Sorry. I understand Aishwarya used to work in Japan. ഐശ്വര്യ ജപ്പാനിലായിരുന്നു പണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദാറ്റ് ഇസ് റൈറ്റ്. ദാറ്റ് വാസ് 5 years ago. അപ്പോൾ യൂസ്ഡ് ടു എന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്. പഴയ കാലത്ത്, കഴിഞ്ഞ കാലത്ത് സ്ഥിരമായി ചെയ്തിരുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്. ഐ അണ്ടർസ്റ്റാൻഡ് ഐശ്വര്യ യൂസ്ഡ് ടു വർക്ക് ഇൻ ജപ്പാൻ. That is right, it was 5 years ago. അതിൻ്റെ ആൻസറാണ്. That is right, it was 5 years ago. And how are you? Fine, thanks. We usually use these expressions. How are you? Fine, thanks. I usually walk to work. So do I. ഞാനും അങ്ങനെ തന്നെ ചെയ്യുന്നു. So do I. I usually walk to work. ജോലി ചെയ്യാൻ ഞാൻ നടന്നു പോകുന്നു. So do I. Did you have a good journey? Yes, I did. When a guest came to our home, then we asked him, did you have a good journey? Yes, did. അതിൻ്റെ ആൻസറാണ്. I don't have any regrets about moving. നമുക്ക് ഇവിടുന്ന് പോകാം, ചലിക്കാം, എനിക്കൊരു തടസ്സമില്ല ഇവിടുന്ന് പോകുന്നതിന്. Neither do I. എനിക്കുമില്ല. I do not have any regrets about moving. I do not have any regrets about moving. Neither do I. I do not have any regrets about moving. Neither do I. And is it a good place to work? നമ്മളൊരാളോട് ചോദിക്കുകയാണ്, is it a good place to work? Absolutely, തീർച്ചയായും. This expression may be used
in our day-to-day expressions. Absolutely. Someone asks some questions, then we can answer that. Absolutely, we can do that. Absolutely is this right, like that. And are you looking forward to retirement? നിങ്ങൾ റിട്ടയർമെൻറ്റിലേക്ക് അടുത്തിരിക്കുന്നു അല്ലേ? യെസ് ഐ ആം. വെൻ ഡിഡ് യു ഗ്രാജുവേറ്റ്? ഇൻ 2001. എന്നാൽ നിങ്ങളുടെ ഡിഗ്രി കഴിഞ്ഞത് ഇൻ 2001. വാട്ട് ടൈം ഡു യു ലീവ് വർക്ക്? എപ്പോഴാണ് നിങ്ങൾ വർക്ക് അവസാനിക്കുന്നത്? അറ്റ് 4 PM. അപ്പോൾ നമ്മൾ സമയത്തിൻ്റെ മുമ്പ് അറ്റ് എന്ന് ഉപയോഗിക്കുന്നു. പിന്നെ ഡേറ്റിലും അതേപോലെ തന്നെ നമ്മൾ അറ്റ് ഉപയോഗിക്കും കേട്ടോ. ഇയേഴ്സിൻ്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ ഉപയോഗിക്കുന്നു. കണ്ടോ? ഇൻ 2001. വി നീഡ് someone who is very reliable. നമുക്ക് വളരെ വിശ്വസ്തനായ ഒരാൾ ആവശ്യമുണ്ട്. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. വി നീഡ് ഒരു സജഷനാണ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് വി നീഡ് someone who is very reliable. In a meeting, the manager is expressing his opinion about the staff he is going to be recruited. Then he is saying that, oh, we need someone who is very reliable. I agree. Okay. And asking questions and replying to them in a pleasing way is very important in our everyday life. Our conversations are not conversational. Conversations are integral to building our relationships. നമ്മുടെ ബന്ധങ്ങളെ സമഗ്രമാക്കി മാറ്റുന്നത് നമ്മുടെ സംസാരമാണ്. നമുക്കറിയാം, ഒരാളായിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് അയാൾ ഭയങ്കര ഇഷ്ടമായി മാറുന്നു. what is behind it? And we know that his language or his speaking skill may affect us, may influence us. That is why we are saying that person is very nice, we can speak to him എന്ന് നമ്മൾ പറയും. We should speak in a polite way when we seek help to get information, directions, money, etc., while we are asking something to our friend or someone else. Our question should be in a polite way. വളരെ പൊളൈറ്റായിട്ടായിരിക്കും, വളരെ മാന്യമായ രീതിയിൽ നമ്മൾ ചോദിക്കണം. എന്നാൽ മാത്രമേ വളരെ അവർ നമുക്ക് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള എക്സ്പ്രഷൻസാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. So here are some expressions, useful expressions. You should practice these expressions in your day-to-day life. Please call your friend in telephone and ask her these questions and ask her these responses. Then it will enrich or flourish. It will make flourish your language. Okay. Do you need any help? That is the question. നിനക്ക് എന്തെങ്കിലും സഹായം വേണോ? Can or may I help you? Or can I help you? Is there anything I can do for help? ഇതൊരു ഹെൽപ്പ് ചോദിക്കുന്ന ഒരാൾക്ക് കൊണ്ട് നിനക്ക് ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കുന്ന 8 വഴികളാണ് കേട്ടോ നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ, do you need any help? Can or may I help you? Is there anything I can do for you? We can ask to our friends when they are gathered to do something for our union inauguration or something else, and the friends are doing works there, and we or I enter to that group. We can ask to them, or I can ask to them, do you need any help? May I help you? Is there anything I can do for you? What can I do for you? Would you like me to help? Do you want me to help? Can I give you a hand? ഞാനൊരു കൈ തരട്ടെ എന്നർത്ഥം. അത് ഞാൻ സഹായിക്കട്ടെ. Can I give you a hand? Let me help you. നിന്നെ സഹായിക്കാൻ അനുവദിക്കൂ. Let me help you. ഞാൻ സഹായിക്കട്ടെ. ഇതൊക്കെയാണ് എക്സ്പ്രഷൻസ്. ഇനി പൊളൈറ്റ് വേസ് ടു മേക്ക് റിക്വസ്റ്റ്. നമുക്ക് കാര്യങ്ങൾ ആവശ്യപ്പെടേണ്ട ഒരാളുകളുണ്ട്, റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ പൊളൈറ്റ് വേ, വിൽ യു ഒന്നാമത്തത്. വിൽ യു ഓപ്പൺ ദ ഡോർസ് ഫോർ മീ പ്ലീസ്, അല്ലേ? വിൽ യു ഓപ്പൺ ദ ഡോർസ് ഫോർ മീ പ്ലീസ്. ആ ഡോർ ഒന്ന് എനിക്ക് വേണ്ടി തുറക്കുമോ? നെക്സ്റ്റ്, വുഡ് യു ഓപ്പൺ ദ ഡോർസ് ഫോർ മീ? വുഡ് യു മൈൻഡ്, മറ്റൊന്ന്, വുഡ് യു മൈൻഡ് ഓപ്പണിങ് ദ ഡോർ? കുറച്ചും കൂടെ റഫാണത്. വുഡ് യു മൈൻഡ് ഓപ്പണിങ് ദ ഡോർ? അതൊന്ന് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുമോ? വുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ ഫോർ മീ? മറ്റൊന്ന്, വുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ ഫോർ മീ? കുഡ് യു പ്ലീസ്, നെക്സ്റ്റ്, നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളത്. കുഡ് യു ഓപ്പൺ ദ ഡോർ? കുഡ് യു പ്ലീസ് ഓപ്പൺ ദ ഡോർ?
Could you possibly, next, could you possibly open the door? നിനക്കതിന് കഴിയുമോ, സാധിക്കുമോ? Could you possibly open the door? Could you possibly come to me directly my home? നമുക്ക് ചോദിക്കാൻ ചില ആളുകൾ, വീട്ടിലേക്ക് നീ വരുന്ന സമയത്ത് നിനക്ക് ഇതിലെങ്ങനെ വന്നൊന്ന് പോകാൻ പറ്റുമോ? Could you please could you possibly come my home directly? ഇങ്ങനെയൊക്കെ ചോദിക്കാം നമുക്ക്. Could you come college directly? Could you possibly come college directly? ഇങ്ങനെയൊക്കെ ചോദിക്കാം. അതിന് സാധ്യത ഉണ്ടോ എന്നുള്ളത്. Would you so kind as to open the door? Would you അങ്ങനെയുള്ളത്. Would you be so kind as to, നിങ്ങൾ ഈ ഡോർ തുറക്കാൻ മാത്രം ദയുള്ള ഒരാളായി മാറുമോ? Would you be kind as to open the door? Would you be kind as to open the door? ഇങ്ങനെയൊക്കെയുള്ള എക്സ്പ്രഷൻസ് നമുക്ക് റിക്വസ്റ്റിന് വേണ്ടി ഉപയോഗിക്കാം. ഒരാൾക്ക് ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, അതിൻ്റെ മറ്റൊരു ചില ഉപയോഗങ്ങൾ. Shall I help you? Would you like me to do that? അപ്പോൾ മറ്റേ ആൾ അതിന് ആൻസർ എന്താണ്? Oh yes please. Okay please, നിങ്ങൾ ചെയ്തു തരൂ. That is very kind of you. നിങ്ങൾ അങ്ങനെ ചോദിച്ച് വളരെ, നമ്മളൊരു പ്രയാസപ്പെട്ട ഒരു ജോലി ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് shall I help you? അപ്പോൾ that is very kind of you, please. നിങ്ങളുടെ ദയ കൊണ്ടാണ് നിങ്ങളത് ചെയ്യുന്നത്. ഓക്കെ, വേണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, no don't worry I can manage. No don't worry I can manage. അല്ലെങ്കിൽ നമുക്കറിയാം no thank you അങ്ങനെ പറയാം, no don't worry I can manage. ഇനി ആസ്കിങ് പെർമിഷൻ, നമുക്ക് പല കാര്യത്തിന് ആളുകളോട് പെർമിഷൻ ചോദിക്കേണ്ടി വരും. അതെങ്ങനെ നോക്കാം? ഡു യു മൈൻഡ് ഇഫ് ഐ, അങ്ങനല്ലേ, ഇഫ് ഐ എൻറ്റർ ടു ദ റൂം, ഇഫ് ഐ ടേക്ക് യുവർ പെൻ, ഇങ്ങനെയൊക്കെ പറയാം. ഡു യു മൈൻഡ് ഇഫ് ഐ ടേക്ക് മൈ പെൻ? വുഡ് എനിവൺ മൈൻഡ് ഇഫ് ഐ, അല്ലേ, ഇഫ് ഐ ലെറ്റ്, ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു ഗ്രൂപ്പായി നിൽക്കുകയാണ്, ആ ഗ്രൂപ്പായി നിൽക്കുമ്പോൾ ഒരാൾ പോവുകയാണ്, അപ്പോൾ അയാൾ പറയാണ് would you anyone mind if I leave you, if I leave the campus, if I leave the college? ഞാൻ ഇവിടുന്ന് പോവുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ആർക്കും പ്രശ്നമില്ലല്ലോ, നിങ്ങൾക്ക് പെർമിഷൻ ഇല്ലേ എന്ന്. May I enter to the room? നമുക്ക് ചോദിക്കാം may I sir, may I come sir, നമ്മൾ ചോദിക്കൂലേ may I come, അതന്നെ may I. Would it be possible to, അങ്ങനെയും ചോദിക്കാം, would it be possible to do it? ഇത് ചെയ്യാൻ പറ്റില്ലേ? നമുക്കൊരു പെർമിഷനാണ്. would it be possible to clean our college in this day? അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം. നമ്മുടെ ടീച്ചേഴ്സിനോട് ചോദിക്കുമ്പോൾ സമയത്ത് would it be possible to clean the college today? ഓക്കെ, ആൻസേഴ്സ് go ahead. ഓക്കെ, ചെയ്തോളൂ. ഓക്കെ, go ahead. No of course not, അതിനെതിരാണെങ്കിൽ no of course not, അങ്ങനെ നമുക്ക് പറയാം. I am afraid you can't do that because, അങ്ങനെ നമുക്ക് പറയാം ചിലപ്പോൾ. I am afraid, എനിക്ക് ഭയമാണ്. ഭയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിയർ എന്നുള്ള അർത്ഥത്തിലല്ല, അതെനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്, അങ്ങനെ പറയല്ലോ. I am afraid you can't do that because, ഇന്ന കാരണത്താൽ അത് നിനക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആസ്കിങ് പെർമിഷൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. ഡു യു മൈൻഡ് ഇഫ് ഐ, would anyone mind if I, may I, would it be possible to do this? Other answers go ahead, no of course not, I'm afraid you can't do that because. ഇനി ways to thank, നന്ദി പറയാനുള്ള കുറേ വേയ്സ് ആണ്. നമ്മൾ പലപ്പോഴും ആളുകളോട് നന്ദി പറയും. അതിൻ്റെ ഒന്നാണ് ഐ എം വെരി, അല്ലെങ്കിൽ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ, ഞാൻ നിങ്ങളോട് വളരെ ഗ്രേറ്റ്ഫുൾ മീൻസ് നന്ദി. ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ഡൂയിങ് ദിസ്, ഫോർ ഹെൽപ്പിംഗ് മീ. ഐ ആം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ helping me, for you helping me, അല്ലേ? I am very grateful for you in helping me. Thank you so much or very much for. ഇവിടെ I am very grateful for doing so, അങ്ങനെയൊക്കെ ഉണ്ടോ പറയേണ്ടത്. ഫോർ മീ അല്ല, ഫോർ യു അല്ല, grateful for doing so. Thank you so much for doing so. Thank you for, ഒക്കെ നമ്മൾ പറയുന്നതാണ്. That was nice of you, that was nice of you. Thank you but you really shouldn't have. Thank you അങ്ങനെ പറയാം, but you really shouldn't have do it. നിങ്ങൾ ചെയ്യാതിരിക്കുക. ഇപ്പോൾ നമുക്കൊരാൾ ഒരു സമ്മാനം കൊണ്ടുവന്നു, ഒരു ഗിഫ്റ്റ് തന്നു, അപ്പോൾ നമുക്ക് താങ്ക് യു ബട്ട് യു റിയലി ഷുഡിൻറ്റ് ഹാവ് ബൈ ഇറ്റ്, നിങ്ങളിത് വാങ്ങാതിരിക്കുന്നതായിരുന്നു നന്നായിരുന്നത്, നമ്മൾ പറയല്ലോ.
I really appreciate. Someone may invite us. എന്തെങ്കിലും ഒരു ഇൻവിറ്റേഷൻ നമുക്ക് തരുന്ന സമയത്ത് I really appreciate. താങ്ക്സ് എ മില്യൺ ഇതൊക്കെ നമ്മൾ പറയുന്ന താങ്ക്സ് എ ലോട്ട്, താങ്ക്സ് എ മില്യൺ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി റീപ്ലേ വെൻ സമ്മൺ താങ്ക് യു പറയുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അതിനെ റീപ്ലേ ചെയ്യണം? യു ആർ വെരി വെൽക്കം നമ്മൾ പറയുന്നതാണ്. യു ആർ ക്വൈറ്റ് വെൽക്കം. ഡോണ്ട് മെൻഷൻ ഇറ്റ് നമുക്ക് പറയാം ഡോണ്ട് മെൻഷൻ ഇറ്റ്. ഇറ്റ് വാസ് മൈ പ്ലഷർ. വെൽ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ മൈ അപ്രീസിയേഷൻ ഫോർ അല്ലേ വെൽ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ മൈ അപ്രീസിയേഷൻ ഫോർ ദിസ്. അപ്പോൾ നിങ്ങൾ നന്ദി പറയുന്ന സമയത്ത് വെൽ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ മൈ അപ്രീസിയേഷൻ ഫോർ യു അല്ല ഫോർ ഹെൽപ്പിംഗ് യു. ഇത് ഞാൻ ശരിക്കും ഒരു അപ്രീസിയേഷൻ അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഡോണ്ട് മെൻഷൻ ഇറ്റ്. ഇറ്റ് വാസ് നത്തിങ്. വാട്ട് ആർ ഫ്രണ്ട്സ് ഫോർ അല്ലേ? നമ്മളൊരു ഫ്രണ്ട് നമുക്കൊരു സഹായം ചെയ്തപ്പോൾ ഒരു ഫ്രണ്ട് നമ്മളോട് അങ്ങനെ പറഞ്ഞാൽ എന്താ പറയുക? ഇറ്റ് വാസ് നത്തിങ്. വാട്ട് ആർ ഫ്രണ്ട്സ് പിന്നെ എന്തിനുള്ളതാ? വാട്ട് ആർ ഫ്രണ്ട്സ് ഫോർ? ഫോർഗെറ്റ് ഇറ്റ്. ഇതൊക്കെ നമുക്ക് മറുപടിയായി കൊടുക്കാം. ഇനി ഗിവിങ് ഒപ്പീനിയൻസ്, പ്രിഫറൻസസ്. നമുക്ക് ഒപ്പീനിയൻ പറയാം. എൻ്റെ അഭിപ്രായം ഇതാണ്, എനിക്കിഷ്ടതാണ്, അങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ. ഹിയർ ആർ ഇൻക്ലൂഡ് മോർ ഫ്രേസസ് ആൻഡ് എക്സ്പ്രഷൻസ് ടു എൻകൗണ്ടർ ന്യൂമറസ് സിറ്റുവേഷൻസ്. കുറേ സിറ്റുവേഷൻസിനുള്ള കുറേ കാര്യങ്ങളാണ് കേട്ടോ. എക്സ്പ്രസിങ് വൺസ് ഒപ്പീനിയൻ, റൈറ്റിംഗ് കമൻറ്റ്സ്, പ്രിഫറൻസസ് എക്സെട്ര. ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകൾ. ഐ തിങ്ക് എന്ന് പറയുന്ന സമയത്ത് ഐ തിങ്ക് ഇറ്റ് ഈസ് ബെറ്റർ എന്ന് പറയുമ്പോൾ ഇതാണ് നല്ലതെന്ന് നമ്മൾ പറയുമ്പോൾ അത് നമ്മളുടെ അഭിപ്രായമാണ്, ഒപ്പീനിയനാണ്. ഐ ബിലീവ് എന്ന് പറയുമ്പോഴേ അങ്ങനത്തെ ഐ ബിലീവ് ഷീ ഈസ് ഇൻകറക്റ്റ് അല്ലെങ്കിൽ ഹീ ഈസ് ഇൻകറക്റ്റ് അല്ലേ. ഐ സപ്പോസ് ഇറ്റ് വുഡ് ബി വെരി യൂസ്ഫുൾ ഫോർ ആസ്. ഐ അസ്യൂം ഇതൊക്കെ അത് സപ്പോസിൻ്റെ അതേ അർത്ഥം. ഐ അസ്യൂം ദാറ്റ് ഹി വിൽ കം ടുമാറോ. എൻ്റെ അഭിപ്രായമാണ്. ഫ്രം മൈ പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ഫ്രം മൈ പോയിൻ്റ് ഓഫ് വ്യൂ ഹി ഈസ് കറക്റ്റ്. ദ പ്രൈം മിനിസ്റ്റർ ഈസ് കറക്റ്റ്. എനിക്ക് നമുക്ക് പറയാം മൈ ഇംപ്രഷൻ ഓഫ് ദ സ്റ്റോറി ഓർ ദ ടെക്സ്റ്റ് ഈസ്. നമ്മളൊരു കഥ പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചാൽ അതിനെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം പറയുകയാണ്. അപ്പോൾ ഒരു പുസ്തക റിവ്യൂ ഒക്കെ പറയുന്ന സമയത്ത് മൈ ഇംപ്രഷൻ ഓഫ് ദ ടെക്സ്റ്റ് ഓർ ദ സ്റ്റോറി ഈസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറയാം. ഐ ആം സ്ട്രോങ്ലി ഇൻ ഫേവർ ഓഫ് ദ റൈറ്റേഴ്സ് ഒപ്പീനിയൻ അല്ലേ. ഒരു എഴുത്തുകാരൻ്റെ ഒപ്പീനിയനെ കുറിച്ചിട്ട് നമ്മൾ പറയാണ് ഐ ആം സ്ട്രോങ്ലി ഇൻ ഫേവർ. ആ എഴുത്തുകാരൻ പറഞ്ഞ ഒപ്പീനിയനെ ഞാൻ വളരെ സ്ട്രോങ്ലി അതിനെ അംഗീകരിക്കുന്നു. ഇൻ ഫേവർ ഓഫ് ദ റൈറ്റേഴ്സ് ഒപ്പീനിയൻ. ഐ അഗ്രി വിത്ത് സമ്മൺ അല്ലേ. ഐ അഗ്രി വിത്ത് വാട്ട് ദ ഹെൽത്ത് മിനിസ്റ്റർ സെഡ് അല്ലേ. ഐ കനോട്ട് ഡു നോട്ട് അഗ്രി അങ്ങനെയും പറയാം. ഐ കനോട്ട് ഓർ ഡു നോട്ട് അഗ്രി വിത്ത് യു. ഐ ഹാവ് ടു കോൺട്രാഡിക്ട് ദ ഓതർ അല്ലേ. എതിരഭിപ്രായം വരുന്ന സമയത്താണ് ഐ ഹാവ് ടു കോൺട്രാഡിക്ട് ദ ഓതർ. ഇതൊക്കെ നമ്മളുടെ ഒപ്പീനിയനാണ്. ഐ വുഡ് സജസ്റ്റ് ഇത് നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് അറിയോ, പിന്നെ സജസ്റ്റ് ചെയ്യാണ്. ഐ വുഡ് സജസ്റ്റ് ഇറ്റ് ഷുഡ് ബി ബെറ്റർ ഫോർ യു ഒക്കെ നമ്മുടേതാണ്. ദർ ആർ സെവറൽ ആസ്പെക്ട്സ് ടു ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യന് ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് പറയണ്ട. ഈ സാധ്യതകളൊക്കെ ആരാ കണ്ടെത്തുന്നത്? നമ്മളാണ്. അപ്പോൾ നമ്മുടെ ഒപ്പീനിയൻ, നമ്മുടെ പ്രിഫറൻസ്, നമ്മുടെ കാര്യങ്ങളൊക്കെയാണ്. ദർ ആർ സെവറൽ ആസ്പെക്ട്സ് ടു ദിസ് ക്വസ്റ്റ്യൻ. ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ്, ദിസ് വൺ ഈസ് ദ, സെക്കൻഡ് വൺ ഈസ് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഓൺ ദ വൺ ഹാൻഡ് അല്ലേ, ഓൺ ദ വൺ ഹാൻഡ് വെൻ വി ആർ കൺസിഡറിങ് ദ central government's administration, on the one hand it is better, on the other hand it is എന്താ പറയുക ഫാൾട്ട് എന്നൊക്കെ നമുക്ക് പറയാം. ഒരു ഭാഗത്തിലൂടെ നോക്കുമ്പോൾ ശരിയാണ്, ഒരു ഭാഗത്തിലൂടെ നോക്കുമ്പോൾ തെറ്റാണ്. ദ മെയിൻ പോയിന്റ്സ് ആർ അല്ലേ, ഒരാളിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ ദ മെയിൻ പോയിന്റ്സ് ദാറ്റ് ആർ ഡിസ്കസ്ഡ് ഹിയർ ആർ, ഇവിടെ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട പോയിന്റുകളാകുന്നത് എന്ന് പറഞ്ഞിട്ട് പറയാം. ഇറ്റ് സീംസ് ഒബ്വിയസ് ദാറ്റ് അല്ലേ, വളരെ വ്യക്തമായി തോന്നുന്നു. ഇറ്റ് സീംസ് ഒബ്വിയസ് ദാറ്റ് നമുക്ക് വളരെ വ്യക്തമായി തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ എന്ന് പറയുമല്ലോ. ഇറ്റ് സീംസ് ഒബ്വിയസ് ദാറ്റ് ദ ചൗക്കിദാർ ഈസ്, നമ്മൾ പറയുമല്ലോ ദ ചൗക്കിദാർ ഈസ് ലൈങ് അല്ലേ, ചൗക്കിദാസ് ഈസ് ലൈങ്. അത് അങ്ങനെ ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് അങ്ങനെയുള്ള ഒരു കമൻ്റാണ്. പിന്നെ ഒബ്വിയസ് എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ് എന്നർത്ഥം. ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് someone is incorrect. It seems obvious that it seems obvious എന്നുള്ളത് അതിൻ്റെ ഒന്ന്. The essential point is, next എന്താണ്, the essential point is
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യം ആരാണ് കണ്ടെത്തുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു കമൻറ്റ് ആരാ കൊടുക്കുന്നത്, അതിനൊരു പ്രിഫറൻസ് ഈ എസെൻഷ്യലായി മാറുന്ന ആർക്കാണ്? നമുക്കാണ്. ദ എസെൻഷ്യൽ പോയിന്റ് ഇൻ ദ ന്യൂസ് റിപ്പോർട്ട് ഈസ് ദാറ്റ് ഓക്കെ ഇറ്റ് ഈസ് ഡൗട്ട്ഫുൾ അബൌട്ട് സംതിങ്, ഇറ്റ് ഈസ് ഡൗട്ട്ഫുൾ അബൌട്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ എന്ന് പറയാമല്ലോ, അതാണത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒപ്പീനിയൻ, പ്രിഫറൻസസ് ഒക്കെ പറയാനുള്ളത്. ഇനി നമ്മളൊരു പ്രഡിക്ഷൻ പറയാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. പ്രഡിക്ഷൻ ഭാവിയിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച്. ഐ പ്രെഡിക്റ്റ് ദാറ്റ് ദ പ്രൈം മിനിസ്റ്റർ വിൽ ലൂസ് ഇൻ ദ നെക്സ്റ്റ് ഇലക്ഷൻ, അല്ലേ? ഐ ബെറ്റ് ദാറ്റ് ഹി വിൽ ഫെയിൽ ഇൻ ദ എക്സാമിനേഷൻ. I wonder if the team India fail in the in the next match. അല്ലേ? I think that അല്ലേ, നമ്മൾ പ്രഡിക്ഷൻ ആണ്. I think that he will succeed in the next examination. ഇങ്ങനെയൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാം. ഇനി ക്ലാസിഫൈങ് സംതിങ്, നമ്മൾ ചിലതിനെ ക്ലാരിഫൈങ് സംതിങ്, നോട്ട് ക്ലാസിഫൈങ്, ക്ലാരിഫൈങ്. എന്തോ ഒരു വിഷയം പറഞ്ഞ സമയത്ത് അതിനെ ക്ലാരിഫൈ ചെയ്ത് നമ്മൾ പറയണം, ഓക്കെ ശരി, ഓ ഐ ഗെറ്റ് ഇറ്റ്, ശരി എനിക്ക് മനസ്സിലായി, ഓക്കെ ഐ ഗെറ്റ് ഇറ്റ്, നൗ ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി സെഡ്, അല്ലേ? ദിസ് മേക്ക് സെൻസ് നൗ. ഇപ്പം ഇയാൾ പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ്, നല്ല ബുദ്ധിപരമായ കാര്യമാണ്. ദിസ് മേക്ക് സെൻസ് നൗ. നോ ഐ തിങ്ക് ദാറ്റ് മീൻസ്, നിങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണെന്ന് ഞാൻ ആലോചിക്കുന്നില്ല, ഞാൻ മനസ്സിലാക്കുന്നില്ല. നോ ഐ തിങ്ക് ദാറ്റ് മീൻസ്, അല്ലേ? അതിന് നേരെ ഓപ്പോസിറ്റാണ്. ഐ അഗ്രി വിത്ത് യു, ദിസ് മീൻ, അല്ലേ? ഞാൻ നിങ്ങളോട് അംഗീകരിക്കുന്നു, ദിസ് മീൻസ് ഇന്നതാണല്ലോ അതിൻ്റെ അർത്ഥം. ദിസ് പാർട്ട് ഈസ് റിയലി സെയിങ്, ഈ ഒരു ഭാഗം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് പറയല്ലോ, ക്ലാരിഫൈ ചെയ്യാം. ദിസ് പാർട്ട് ഈസ് റിയലി സെയിങ് ഈസ് really saying about the speaking skills in English language. At first I thought that I couldn't understand the English, but now I understand that it is very easy for me. ഇങ്ങനെയൊക്കെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഇനി മേക്ക് എ കമൻറ്റ്, ഒരാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ചൊരു കമൻറ്റ് നടത്താം. ദിസ് ഈസ് ഗുഡ്, അല്ലേ? ഗുഡ് ആണെന്ന് പറയാം. ബിക്കോസ് ദിസ് ഈസ് ഹാർഡ്, ഇത് വളരെ പ്രയാസകരമാണ്. ബിക്കോസ് ദിസ് ഈസ് കൺഫ്യൂസിങ്, ഇത് വളരെ കൺഫ്യൂസിങ് ആണല്ലോ. ബിക്കോസ് ഐ ലൈക്ക് ദിസ് പാർട്ട്, ഐ ലൈക്ക് ദ പാർട്ട് വേർ, ഈ ഒരു പുസ്തകത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറയുന്നതെങ്കിൽ ഐ ലൈക്ക് ദ പാർട്ട് വേർ ഹി ഡിസ്കസസ് അബൌട്ട് ദ നേഷൻ, രാജ്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഭാഗം എനിക്ക് വളരെ ഇഷ്ടമായി. അതിലൊരു കമൻറ്റാണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും പുസ്തകത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് മൈ ഫേവറേറ്റ് പാർട്ട് ഈസ് സോ ഫാർ ഇതുവരെ ഞാൻ വായിച്ചാൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടെന്ന് പറയുന്നത്, മൈ ഫേവറേറ്റ് പാർട്ട് സോ ഫാർ ഈസ് ദ ലൈഫ് ഓഫ് നജീബ് ഇൻ ഡെസേർട്ട്. ആടുജീവിതം വായിക്കുമ്പോൾ നമുക്കങ്ങനെ പറയാം, അല്ലേ? നജീബിൻ്റെ ലൈഫ്, ഡെസേർട്ടിലുള്ള ലൈഫാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഐ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് എ ഗുഡ് ബുക്ക്, ആടുജീവിതം ഈസ് എ ഗുഡ് ബുക്ക് എന്നൊക്കെ നമുക്ക് പറയാം. ഇനി മേക്ക് എ കണക്ഷൻ, നമ്മൾ മുമ്പ് വായിച്ചതിനെ നമ്മൾ വായിച്ചതോ ചെയ്തതോ അല്ലെങ്കിൽ ഒരാളുടെ കമൻറ്റോ അല്ലെങ്കിൽ ആളുടെ സ്പീക്കിങ്ങോ എന്തെങ്കിലും വേറൊന്നുമായിട്ട് നമുക്കൊരു കണക്ഷൻ മനസ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നന്നായി ശ്രദ്ധിക്കണേ. നമ്മൾ വായിച്ചത്, ചെയ്തത് അല്ലെങ്കിൽ കണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒന്ന് വേറൊന്നുമായിട്ടുള്ള ഒരു ബന്ധം നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട് എങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഈ നേരെ പറയുന്നതൊക്കെ നമുക്ക് പറയാം. നോക്കൂ, ദിസ് റിമൈൻഡ്സ് മീ ഓഫ്, അല്ലേ? നമ്മൾ പിന്നെ ഒരു സിനിമയിൽ ഒരു രംഗം കണ്ടു, അപ്പോൾ നമുക്ക് തോന്നുകയാണ് ദിസ് റിമൈൻഡ്സ് മീ ഓഫ് ദ ലൈഫ് ഓഫ് ദ പേഴ്സൺ ഹു ലിവ്ഡ് ഇൻ മൈ കൺട്രി, എൻ്റെ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരാളുടെ ജീവിതത്തെയാണ് ഇതെന്നെ ഓർമ്മപ്പെടുത്തിയത്. ദിസ് പാർട്ട് ഈസ് ദിസ് പാർട്ട് ഈസ് ലൈക്ക് ദ life of the person who lived in my country, like the life of the person who lived in my country. അല്ലേ? ഈ ഒരു ഭാഗം എൻ്റെ നാട്ടിൽ ഒരാളുണ്ടായിരുന്നു, അയാളെപ്പോലെ തന്നെ ഉണ്ട്, അതായിട്ടുള്ളൊരു കണക്ഷൻ. ദ ഡിഫറൻസസ് ആർ, അല്ലേ? ദ ഡിഫറൻസസ് ആർ ദാറ്റ്, അല്ലേ? ഇവ തമ്മിലുള്ള ഡിഫറൻസുകൾ, ഒരു സംഭവം നമ്മൾ കണ്ടപ്പോൾ അതിൽ നിന്നുള്ള വ്യത്യാസം, നേരത്തെ നമ്മൾ ലൈക്ക് അതുപോലെ ഇതുപോലെ എന്നുള്ള ഇതിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് മറിച്ച് പറയുന്നതാണ് ദ ഡിഫറൻസസ് ആർ.
ദ ക്യാരക്ടർ മേക്സ് മീ തിങ്ക് ഓഫ് അല്ലേ, ആ ക്യാരക്ടർ എന്നെ ഇന്നയാളെ കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു എന്നൊക്കെ നമുക്ക് പറയാം. ദ ക്യാരക്ടർ മേക്സ് മീ തിങ്ക് ഓഫ് എ പേഴ്സൺ പറയാം. ഫോർ എക്സാമ്പിൾ ദ വൺ ഫിലിം ഇൻ അബൌട്ട് കടക്കൽ ചന്ദ്രൻ, ദ ചീഫ് മിനിസ്റ്റർ അല്ലേ, ചീഫ് മിനിസ്റ്റർ കടക്കൽ ചന്ദ്രൻ്റെ കഥ പറയുന്നത് ഫിലിം. ദ ക്യാരക്ടർ മേക്സ് മീ തിങ്ക് ഓഫ് പിണറായി വിജയൻ, ദ ദെൻ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. കടക്കൽ ചന്ദ്രൻ എന്ന മുഖ്യമന്ത്രി എന്നെ പിണറായി വിജയനെ കുറിച്ചിട്ട് ഓർമ്മിപ്പിച്ചു അല്ലേ, ആ ക്യാരക്ടർ. ദ സെറ്റിംഗ് റിമൈൻഡ്സ് മീ ഓഫ്, അതിൻ്റെ സെറ്റിങ് ഏതോ ഒരു ഇതിൻ്റെ സെറ്റിങ്സ്, ഒരു സിനിമയുടെ ഏതോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൻ്റെയൊക്കെ സെറ്റിങ്സ് റിമൈൻഡ്സ് മീ ഓഫ് സംതിങ് എൽസ്, അതെന്നെ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമ്മൾ സമ്മറൈസ് ചെയ്യണം ഒരു കാര്യത്തെ, ടോട്ടൽ നമ്മൾ സമ്മറൈസ് ചെയ്ത് പറയുന്ന സമയത്ത് നമുക്ക് എങ്ങനെ പറയാം? ഐ ലേൺഡ് ഫ്രം ദിസ് ബുക്ക് ദാറ്റ്, ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് ഇന്നതാണ് പഠിച്ചത് എന്നുള്ളത് സമ്മറൈസ് ചെയ്ത് പറയുന്നു. അതിൻ്റെ ടോട്ടൽ ഇതാണ്. ദ സെറ്റിംഗ് ഈസ്, അവിടുത്തെ ഒരു സെറ്റിംഗ് എന്ന് ടോട്ടലായിട്ട് പറയാം. ദ സെറ്റിംഗ് ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാണ് സിനിമയുടെ ഒരു സെറ്റിംഗ് എന്താണെന്നുള്ളത് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ദ സെറ്റിംഗ് ഈസ് എ കോസ്റ്റൽ ഏരിയ, അതിൻ്റെ ഒരു സമ്മറി ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. ആൻഡ് ദ കോൺഫ്ലിക്റ്റ് ഈസ്, നമ്മളോട് ഇവിടെ എന്താ അടുത്ത പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. എന്താ അടുത്ത പ്രശ്നം? ദ കോൺഫ്ലിക്റ്റ് ഈസ് ദാറ്റ് എ quarrel between two parties about the ലാൻഡ്സിനെ സംബന്ധിച്ച് അവരുണ്ടായിട്ടുള്ള കോറലാണ്. ടു ഹാവ് ദ ഫൈനൽ സേ ഈസ് ഇൻ ദ മാറ്റർ അല്ലേ, ഈ വിഷയത്തെക്കുറിച്ചിട്ടുള്ള അവസാനത്തെ വാക്ക് പറയുകയാണെങ്കിൽ അങ്ങനെ സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് പറയാം. ടു ഹാവ് ദ ഫൈനൽ സേ ഇൻ ദ മാറ്റർ ഈസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ശേഷമുള്ളത് പറയാം. ലെറ്റ് us have a final look at it. ലെറ്റ് us have a final, നമുക്കിതിലേക്ക് ഒരു അവസാനത്തെ ഒരു നോട്ടം നോക്കാം, അല്ലെങ്കിൽ അവസാനത്തെ ഒരു അവലോകനം നടത്താം. ലെറ്റ് us have, അപ്പോൾ അതിൻ്റെ ഒരു ചുരുക്കം. ടു ഡ്രോ എ ക്ലോസ് ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ്, ഒരു കൺക്ലൂഷൻ ക്ലോസ്, ഒരു കൺക്ലൂഷനാണ് ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു. ടു ഡ്രോ എ ക്ലോസ് ഐ വുഡ് ലൈക്ക് ടു സേ ദാറ്റ്, ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു അല്ലെ. ഒരു ഡിസ്കഷനിലൊക്കെ നമ്മൾ അങ്ങനെ പറയും, ടു ഗിവ് എ കൺക്ലൂഷൻ ഓർ ടു ഡ്രോ എ close, I would like to say that both parties don't interfere in others' affairs അല്ലേ, മറ്റുള്ളവരുടെ അഫെയേഴ്സിൽ ഇനി നിങ്ങൾ ബന്ധപ്പെടാൻ പോകരുത്. ഇങ്ങനെയൊക്കെയുള്ളതാണ് നമ്മുടെ സമ്മറൈസ് ചെയ്യുക എന്നുള്ളതിന്. ഇനി അഗ്രിമെൻ്റ് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഒരാളോട് ഐ അഗ്രി വിത്ത് യു, നീ പറഞ്ഞത് ശരിയാണെന്ന് എങ്ങനെ പറയാം? ഒന്ന്, യെസ് യു ആർ ക്വൈറ്റ് റൈറ്റ് ടു സേ ദാറ്റ്, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്, യു ആർ ക്വൈറ്റ് റൈറ്റ് ടു സേ ദാറ്റ്. നോ ക്വസ്റ്റ്യൻ അബൌട്ട് ഇറ്റ്, യു ആർ കറക്റ്റ് അല്ലേ, അതിനെക്കുറിച്ച് ഇനി വേറെ ചോദ്യമില്ല, നോ ക്വസ്റ്റ്യൻ അബൌട്ട് ഇറ്റ്, ഇറ്റ് ഈസ് കറക്റ്റ്. ഐ ആം 100% certain ദാറ്റ് അല്ലേ, അഗ്രിമെൻ്റ് ആണ്. ഐ ആം 100% certain ദാറ്റ്, ഞാൻ 100%, എനിക്ക് 100% ഉറപ്പാണ്. എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഐ ആം 100% certain ദാറ്റ് യുവർ ഒപ്പീനിയൻ ഈസ് കറക്റ്റ്. വെൽ എക്സാക്ട്ലി അല്ലേ, നമ്മൾ ചിലപ്പോൾ ഒരാൾ പറഞ്ഞ സമയത്ത് നമുക്ക് പറയാം വെൽ എക്സാക്ട്ലി. ഐ ഹാവ് ലിറ്റിൽ ഡൗട്ട് ദാറ്റ്, എനിക്ക് കുറച്ച് സംശയം മാത്രമേ ഉള്ളൂ. എന്തെന്നാൽ ലിറ്റിൽ ഡൗട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഡൗട്ടേ ഇല്ല എന്ന് കേട്ടോ, സോറി ഐ ഹാവ് ലിറ്റിൽ ഡൗട്ട്, എനിക്കൊരു ഡൗട്ടുമില്ല. ലിറ്റിൽ എന്നുള്ള പദം നോ ഡൗട്ട്, നോ എന്നുള്ളതിന് പകരം ഉപയോഗിക്കുന്ന നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഐ ഹാവ് നോ ഡൗട്ട് ദാറ്റ് it will be clear or it is easy to understand or അങ്ങനെയൊക്കെ നമുക്ക് പറയാം. എനിക്കൊരു സംശയമില്ല. I have little doubt in what you have said, നിങ്ങൾ പറഞ്ഞതിൽ എനിക്ക് സംശയമില്ല. I am convinced what you have said, നിങ്ങൾ പറഞ്ഞത് ഞാൻ കൺവിൻസ്ഡ് ആയിട്ടുണ്ട്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇനി ഡിസഗ്രിമെൻ്റ് പറയാൻ നോക്കുക. ഇത് നമ്മൾ അഗ്രിമെൻ്റ് ആണ് പറഞ്ഞത്. ഡിസഗ്രിമെൻ്റ്, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറയണം. I can disagree with you, നിങ്ങളോട് എതിരാ. ഐ എക്സ്പ്രസ് സ്ട്രോങ് ഒബ്ജെക്ട് ടു ദ ഐഡിയ, ഈ നിയമസഭയിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഐ എക്സ്പ്രസ് സ്ട്രോങ് ഒബ്ജെക്ഷൻ ടു ദ ഐഡിയ, അതിനോട് ഞാൻ സ്ട്രോങ് ആയി എതിർക്കുന്നു. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ഫെയർ ടു സേ, അങ്ങനെ പറയൽ ശരിയല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇറ്റ് ഈസ് റാദർ ക്വസ്റ്റ്യനബിൾ. ഇഫ് നിങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ അത് ക്വസ്റ്റ്യനബിൾ ആണ്. ഇറ്റ് ഈസ് റാദർ ക്വസ്റ്റ്യനബിൾ ഇഫ് യു ഹാവ് എക്സ്പ്രസ്ഡ് ഇൻ ദിസ് വേ അല്ലേ. ഇനി ഇറ്റ് ലുക്സ് വെരി അൺലൈക്ലി ദാറ്റ്, അത് നമുക്കൊരു ഇഷ്ടമില്ലാത്തതാണ്. ഇറ്റ് ലുക്സ് വെരി അൺലൈക്ലി ദാറ്റ് യു ഹാവ് എക്സ്പ്രസ്ഡ് ദ വേ
you have expressed this in this way. നിങ്ങളിത് ഈ വഴി ഇങ്ങനെ അവതരിപ്പിച്ചത് വളരെ അൺലൈക്ലി, നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത രൂപത്തിലാണല്ലോ വരുന്നത്. ഐ ഹാവ് കൺസിഡറബിൾ ഡൗട്ട്സ്, എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഇതിനെക്കുറിച്ചിട്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇനി നമ്മളൊരു ഡിസ്കഷൻ്റെ അല്ലെങ്കിൽ ഒരു സംസാരത്തിൻ്റെ കോൺവെർസേഷൻ്റെ ഇടയിൽ നമുക്കൊരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ, ലെറ്റ് മീ ഗിവ് യു എ ബ്രീഫ് എക്സാമ്പിൾ, അല്ലേ? ഒരു ചെറിയ എക്സാമ്പിൾ പറയാൻ അനുവദിക്കൂ. ലെറ്റ് മീ ഗിവ് യു എൻ എക്സാമ്പിൾ ഓഫ് വാട്ട് ഐ മീൻ. ഞാൻ പറയുന്നതിനെ കുറിച്ചിട്ട് ലെറ്റ് മീ ഗിവ് യു എൻ എക്സാമ്പിൾ ഓഫ് വാട്ട് ഐ മീൻ. Let me illustrate the point with an example. Let me illustrate the point with an example. There is a great deal of discussion about. ഒരു വലിയ ഡിസ്കഷൻ ഉണ്ട് അതിനെക്കുറിച്ച്. There is a great deal of discussion about this. ഇങ്ങനെയൊക്കെ പറയാം. More ways to say I think. ഐ തിങ്ക് എന്നതിൻ്റെ മറ്റു വഴികൾ ഞാൻ വിചാരിക്കുന്നു, എനിക്ക് മനസ്സിലായത്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ മറ്റു വഴികൾ എന്തോ നോക്കാം. ഇൻ മൈ ഒപ്പീനിയൻ, എൻ്റെ അഭിപ്രായത്തിൽ. ഇഫ് യു ആസ്ക് മീ, നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് എൻ്റെത്, അല്ലേ? ഇഫ് യു ആസ്ക് മീ മൈ ഒപ്പീനിയൻ ഈസ് ദാറ്റ്, അല്ലേ? ദ വേ ഐ സീ ഇറ്റ്, ഇതിനെ ഞാൻ കാണുന്ന രീതി എന്താണെന്ന് ചോദിച്ചാൽ, ദ വേ ഐ സീ ഇറ്റ് ഈസ്, അല്ലേ? ഇറ്റ് സീംസ് ടു മീ, അത് മറ്റോ എനിക്ക് തോന്നുന്നത്, ആസ് ഫാർ ആസ് ഐ ക്യാൻ സീ, എനിക്ക് മനസ്സിലായതനുസരിച്ചിട്ട്, ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ്, എന്നെ സംബന്ധിച്ചിടത്തോളം, ഐ ഹാണസ്റ്റ്ലി ബിലീവ് ദാറ്റ്, നമ്മളെപ്പോഴും പറയുന്നത്, ആസ് ഫാർ ആസ് ഐ ആം കൺസേൺഡ് ദിസ് തിങ് ഈസ് not favorable for our country, or this opinion is not favorable for our country. I honestly believe that നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ഇനി സജഷൻസ് റിഗ്രറ്റ്, നമുക്ക് ചില സജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആളുകളോട് സജസ്റ്റ് ചെയ്ത് നമ്മുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനും, ചില റിഗ്രറ്റ്സ്, നമ്മുടെ വെറുപ്പുകൾ അറിയിക്കാൻ വേണ്ടിയിട്ടും. ഐ സജസ്റ്റ് ഓർ തിങ്ക് യു ഷുഡ്, ഐ സജസ്റ്റ്, ഞാൻ പറയുന്നത് നിങ്ങൾ ഇന്നത് ചെയ്യണം എന്നാണ് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഐ തിങ്ക് എന്നും പറയാം. ഇറ്റ് മൈറ്റ് ബി ബെറ്റർ ഫോർ യു, ഇറ്റ് മൈറ്റ് ബി ബെറ്റർ ടു യു ടു ഡു ദിസ്, അല്ലേ? വി ഓർ യു ഓട്ട് ടു ഡു, നിങ്ങളോ അത് ചെയ്യേണ്ടതുണ്ട്. വി ഓർ യു ഓട്ട് ടു ഡു ദാറ്റ്, അല്ലേ? ഇഫ് ഐ വർ യു ഐ വുഡ്, അല്ലേ? അത് നമ്മളെപ്പോഴും പറയുന്നതാണ്. ഇഫ് ഐ വർ യു ഐ വുഡ് ഡു ദാറ്റ്, അല്ലേ? ഞാനാണ് നീ എങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു, നമ്മളെപ്പോഴും പറയുന്നതല്ലേ? ഐ തിങ്ക് വി ഷുഡ് ദാറ്റ്, അല്ലേ? ഐ തിങ്ക് അല്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക്, ഐ തിങ്ക് ഓർ ഐ ഡോണ്ട് തിങ്ക് യു ഷുഡ് ഡു ദാറ്റ് ഓർ ഷുഡ് നോട്ട് ഡു ദാറ്റ്. വി കുഡ്, നമ്മൾ പറയുന്നതാണ്. യു കുഡ് ഡു ദാറ്റ്, നീ അത് നിനക്ക് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ വി കുഡ് ഡു ദാറ്റ്. ഷാൾ വി ഡു ദാറ്റ്, നമുക്ക് ചെയ്യല്ലേ, സജഷനാണ്. ഷാൾ വി ഡു ദാറ്റ്, അല്ലേ? നമ്മളത് ചെയ്യല്ലേ, ക്വസ്റ്റ്യൻ ആയിട്ടാണ് പറയുന്നതെങ്കിലും നമ്മൾ ചെയ്യല്ലേ, നമുക്ക് ചെയ്തൂടെ, ചെയ്യാൻ പോവല്ലേ. ഹൗ അബൌട്ട് ഡൂയിങ് ദാറ്റ്, എന്താ നമുക്ക് ചെയ്താൽ, അത് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞതിനർത്ഥം നമുക്ക് ചെയ്തൂടെ എന്നുള്ളത് സജഷനാണ്. ഇതാണ് സജഷൻ. ഇനി റെസ്പോണ്ട് ടു സജഷൻ, ഒരാൾ സജഷൻ ചെയ്താൽ, ഒരു സാധനം സജസ്റ്റ് ചെയ്താൽ നമുക്ക് എങ്ങനെ അതിനോട് മറുപടി കൊടുക്കാം. സൗണ്ട്സ് ഗുഡ്, ദാറ്റ് സൗണ്ട്സ് ഗുഡ്, നല്ല അഭിപ്രായമാണല്ലോ, സൗണ്ട്സ് ഗുഡ്, നല്ലതാണ്. ദാറ്റ് സൗണ്ട്സ് ഗുഡ് ടു മീ, ലെറ്റ് us ടു ട്രൈ ദാറ്റ്, അല്ലെങ്കിൽ ലെറ്റ് us ഡു, നമ്മൾ ചെയ്യല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ലെറ്റ് us ഡു ട്രൈ ദാറ്റ്. യു ആർ റൈറ്റ്, വി കൻ ഡു ദാറ്റ്, ദിസ് ഈസ് എ ഗുഡ് ഐഡിയ, അല്ലേ? ബട്ട് വാട്ട് ഇഫ് നമുക്ക് ചില ഇഫ് വി ഡു ദാറ്റ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് പറയാം വാട്ട് ഇഫ് വി ഡോണ്ട് ഡു ദാറ്റ്, നമുക്ക് ചെയ്യാതിരുന്ന എന്താ പ്രശ്നം. ഇറ്റ് ഈസ് എ ഗുഡ് ഐഡിയ ബട്ട് ദർ ഇസ് നോ ടൈം ടു ഡു ദാറ്റ്, അല്ലേ? നിങ്ങളുടെ ഐഡിയ ആശയം നല്ലതാണ്, പക്ഷേ ചെയ്യാൻ ഒരു സമയം നമ്മൾ എടുത്തില്ല, അങ്ങനെയൊക്കെ പറയാം. ഇനി ഒരാളെ എൻകറേജ് ചെയ്യാൻ, കോൺഫ്രണ്ട് ചെയ്യാൻ, അയാളോട് എന്താ പറയുക, എതിരാവാൻ നമുക്ക് എങ്ങനെ പറയാം. എൻകറേജ് ചെയ്യാൻ, ഗിവ് ഇറ്റ് എ ട്രൈ, ഒന്ന് പരിശ്രമിച്ച് നോക്കടോ എന്ന് പറയുമല്ലോ, ഗിവ് ഇറ്റ് എ ട്രൈ. വാട്ട് യു ഹാവ് ടു ലൂസ്, നിനക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്. നമ്മൾ എപ്പോഴും പറഞ്ഞല്ലേ, വാട്ട് യു ഹാവ് ടു ലൂസ്, വാട്ട് വി ഹാവ് ടു ലൂസ്, വി ഷുഡ് ഡു ദാറ്റ്, അങ്ങനെയൊക്കെ പറയില്ലേ. ഡു ദ ഇമ്പോസിബിൾ, ചെയ്യാൻ പറ്റാത്തത് ചെയ്യണം. കീപ് ഇറ്റ് അപ്പ്, ഇത് തുടർന്ന് പോയിക്കോളൂ. സ്റ്റേ സ്ട്രോങ്, വെൽ ഡൺ, ഇതൊക്കെ നമുക്ക് ആളുകളോട് പറയാൻ പറ്റുന്നതാണ്. കൺഗ്രാറ്റുലേഷൻസ്, ദാറ്റ് ഈസ് ഓസം, ഫാന്റാസ്റ്റിക്, ഗ്രേറ്റ്, ഓസം, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. ഐ ആം ഗ്ലാഡ് ടു ഹിയർ ദാറ്റ്. ഇനി നമ്മുടെ ഫീലിംഗ്
ഷോയിങ് യുവർ ഫീലിങ്സ്, നമ്മുടെ ഫീലിംഗ് കാണിക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് അമേസിങ്, അത്ഭുതകരമാണ്. ദാറ്റ് ഈസ് അമേസിങ്. ഓ ഐ ആം സോറി ടു ഹിയർ ദാറ്റ്. ഇങ്ങനെ ഇത് കേൾക്കുന്ന ഇത് വളരെ ഇങ്ങനെ കേട്ടതിൽ വളരെ സങ്കടമുണ്ട്. ഐ എം സോറി ടു ഹിയർ ദാറ്റ്. ഓ വാട്ട് എ ഷെയിം, എന്തൊരു ഷെയിമാണത്. വൗ ദാറ്റ് ഈസ് ഇംപ്രസീവ്, വൗ ദാറ്റ് ഈസ് ഇംപ്രസീവ്, വാട്ട് എ പിറ്റി ഒക്കെ നമുക്ക് പറയാം. വൗ അല്ലേ, വൗ ദാറ്റ് ഈസ് ഇംപ്രസീവ്, ഇതൊക്കെ നമ്മുടെ ഫീലിംഗ് ആണ്. ഇനി ആസ്കിങ് ഫോർ റെപ്പറ്റീഷൻ. ഒരാളൊരു കാര്യം പറഞ്ഞപ്പോൾ അതൊന്നും കൂടെ പറയുമെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ പറയാം? കുഡ് യു സേ ദാറ്റ് അഗെയിൻ സർ? Could you say that again? Could you repeat it? Could you say that one more time? What did you say? എന്താ നിങ്ങൾ പറഞ്ഞത്? Once more please, one more time please. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾ. ഇനി ഒരു ടെലിഫോണിക് കോൺവെർസേഷനിൽ എന്തൊക്കെ നമുക്ക് പറയാം, ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ്സ്. നമ്മൾ സ്വന്തം ഫോൺ ചെയ്യുന്ന സമയത്ത് ഹായ് അരുൺ, ഇറ്റ് ഈസ് ധന്യ കോളിംഗ് അല്ലേ, ഇറ്റ് ഈസ് ധന്യ കോളിംഗ്. നമ്മൾ ഇൻഫോർമലായി പറയുന്ന സമയത്താണ് ഹായ് അരുൺ, ഇറ്റ് ഈസ് ധന്യ കോളിംഗ്. നമ്മളെപ്പോഴും പറയുന്നതല്ലേ. ഹലോ ദിസ് ഈസ് അരുൺ കോളിംഗ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഹലോ ഇറ്റ് ഈസ് അരുൺ ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ഹിയർ. നമുക്ക് ടീച്ചേഴ്സ് നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ അല്ലേ, ഹലോ ഇറ്റ് ഈസ് അരുൺ ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ഹിയർ. ഹലോ ഇറ്റ് ഈസ് ഷഹീന ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ഹിയർ എന്നൊക്കെ പറയാം. ഇനി ആസ്കിങ് ടു സ്പീക്ക് വിത്ത് സംവൺ. നമ്മൾ ഇന്ന ആൾ അവിടെ അല്ലേ, ഇന്ന ആളോട് സംസാരിച്ചൂടെ, ഇന്ന ആളല്ലേ ഫോൺ എടുത്തതെന്നൊക്കെ ചോദിക്കുമല്ലോ. അങ്ങനെയൊക്കെ ചോദിക്കാൻ എന്താണ് വേണ്ടത്? ഈസ് അരുൺ തേർ പ്ലീസ്. ഇൻഫോർമൽ ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം, അരുൺ അവിടല്ലേ. കാൻ ഐ ടോക്ക് ടു യുവർ സിസ്റ്റർ. നിങ്ങളുടെ സിസ്റ്ററോട് എനിക്കൊന്ന് സംസാരിച്ചൂടെ, ഇൻഫോർമൽ. മേ ഐ സ്പീക്ക് വിത്ത് മിസ്റ്റർ അരുൺ പ്ലീസ്. എനിക്ക് അരുണുമായിട്ടൊന്ന് സംസാരിച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ യു ആർ കോളിംഗ് ടു ന്യൂ ഡൽഹി ഓർ ഇൻ എനി അതർ യൂണിവേഴ്സിറ്റീസ് for an important person, then you can ask, may I speak with Mr. Arun? May I speak with Mr. Dash and Dash please? അപ്പോൾ അയാൾ പറയും yes you can speak, this is Arun. ഇനി കണക്റ്റിംഗ് സംവൺ, മറ്റൊരാളെ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ പറയാം? ജസ്റ്റ് എ സെക്കൻഡ്, ഐ വിൽ ഗെറ്റ് ഹിം, അല്ലെ, ഐ വിൽ ഗെറ്റ് അരുൺ അല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് എന്ന് നമുക്ക് പറയാം. ഹാങ് ഓൺ 1 സെക്കൻഡ്. ഹാങ് ഓൺ മീൻസ് അവിടെ നിൽക്കൂ, ഹാങ് ഓൺ 1 സെക്കൻഡ്. പ്ലീസ് ഹോൾഡ്, ഐ വിൽ പുട്ട് യു ത്രൂ ടു ഹിസ് ഓഫീസ്. അവിടെ നിന്നോളൂ, ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുകൊടുക്കാം. 1 മൊമെൻറ്റ് പ്ലീസ്. ഇതൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ഇനി മേക്കിംഗ് സ്പെഷ്യൽ റിക്വസ്റ്റ്. ചില റിക്വസ്റ്റുകൾ നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ എങ്ങനെ ചെയ്യാം? കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്. ഫോണിലാണ് നമ്മൾ പറയുന്നത്, അതൊന്നും കൂടെ പറയുമോ? വുഡ് യു മൈൻഡ് സ്പെല്ലിംഗ് ദാറ്റ് ഫോർ മീ. അതിൻ്റെ സ്പെല്ലിംഗ് ഒന്നും കൂടെ പറഞ്ഞു തരുമോ? കുഡ് യു സ്പീക്ക് അപ്പ് എ ലിറ്റിൽ പ്ലീസ്. കുറച്ചും കൂടെ ഉച്ചത്തിൽ സംസാരിക്കുമോ? ക്യാൻ യു കോൾ മീ ബാക്ക്. തിരിച്ച് വിളിക്കുമോ? ക്യാൻ യു പ്ലീസ് ഹോൾഡ് ഫോർ എ മിനിറ്റ്. ക്യാൻ യു പ്ലീസ് ഹോൾഡ് ഫോർ എ മിനിറ്റ്. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യോ? ദീസ് were the expressions that we are using while we are telephoning to others. നമ്മൾ മറ്റുള്ളവരെ ടെലിഫോൺ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കുറേ എക്സ്പ്രഷൻസ് ആണ് ഇതൊക്കെ. ഇനി നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മളെ പേഴ്സണൽ ട്രാൻസാക്ഷൻസിലൊക്കെ ഉള്ള എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അക്കാദമിക് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അതിൽ ഡിസ്കഷൻ, പ്രസൻറ്റേഷൻ, ഡിബേറ്റ്, ഇതിലൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരു ഡിബേറ്റോ അല്ലെങ്കിൽ ഡിസ്കഷനൊക്കെ തുടങ്ങുമ്പോൾ എന്താണ് ഓപ്പണിങ്? ഇറ്റ് ഈസ് ഓഫൺ സെഡ് ദാറ്റ് മെനി പീപ്പിൾ ക്ലെയിം ദാറ്റ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുക. ഇറ്റ് ഈസ് ഓഫൺ സെഡ് ദാറ്റ് dowry is everywhere in this country. Many people claim that dowry is objectionable to the law എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ, അങ്ങനെയൊക്കെ പറയും. ഇൻ ദിസ് ഡേ ആൻഡ് ഏജ്, നൗഡേയ്സ്, ദീസ് ഡേയ്സ്, ഇതൊക്കെ ഒരു പ്രയോഗമാണ്. Nowadays we know there are many suicide attempts due to dowry problems, or അല്ലേ, അത് നമുക്ക് പറയാം. in this day or in this age we are facing many problems related to dowry. We live in an age when many of us are, അല്ലേ, അത് അങ്ങനെ ഒന്നാണ്. we live in an age when many of us are facing the problems of the
പാൻഡമിക് അല്ലേ, എന്താ പറയുക, കൊറോണ പാൻഡമിക് നമ്മൾ പറയും. And dash his hotly debated topic that often divides opinion. But dowry is a hotly debated opinion that often divides opinion. വ്യത്യസ്തമായ ഒപ്പീനിയനുകൾ ഉള്ളതാണ് എന്നർത്ഥം. ഓഫൺ ഡിസ്കസ്ഡ് യെറ്റ് റിയലി അണ്ടർസ്റ്റുഡ്, അല്ലെങ്കിൽ ഇപ്പോൾ സെക്യുലാരിസം ഈസ് ഓഫൺ ഡിസ്കസ്ഡ് യെറ്റ് റിയലി അണ്ടർസ്റ്റുഡ്. സെക്യുലാരിസം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ്, പക്ഷേ ആർക്കും അത് മനസ്സിലായിട്ടില്ല, അങ്ങനെയൊക്കെ പറയും. ഇറ്റ് ഗോസ് വിത്തൗട്ട് സെയിങ് ദാറ്റ് ഡാഷ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ഫേസിങ് അസ് ടുഡേ. ഇറ്റ് ഗോസ് വിത്തൗട്ട് സെയിങ് ദാറ്റ്, നമുക്ക് പറയാതെ തന്നെ അറിയാം. ഇറ്റ് ഗോസ് വിത്തൗട്ട് സെയിങ് ദാറ്റ് എന്താ പറയുക, കമ്മ്യൂണലിസം ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ് ഫേസിങ് അസ് ടുഡേ. അല്ലേ, വർഗീയത എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ്. ദ ഫോളോയിങ് പ്രസൻറ്റേഷൻ ടേക്സ് എ ലുക്ക് അറ്റ് ബോത്ത് സൈഡ്സ് ഓഫ് ദ ആർഗ്യുമെൻറ്റിൻ്റെ രണ്ട് ഭാഗങ്ങളിലേക്കും നോക്കുന്നു എന്നർത്ഥം. ഇൻട്രൊഡ്യൂസിങ് പോയിൻറ്റ്സ്, ഒരു പോയിന്റിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം. ഫസ്റ്റ്ലി ലെറ്റസ് ടേക്ക് എ ലുക്ക് അറ്റ് അല്ലേ, ഫസ്റ്റ്ലി ലെറ്റസ് ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് പോയിന്റ്. ടു സ്റ്റാർട്ട് വിത്ത്, അങ്ങനെയും പറയാം, ടു സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് പോയിന്റ് ദാറ്റ് ഈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പോകാം. First of all, it is worth considering this point. Secondly, thirdly, we can go. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. Furthermore, in addition, what is more, on top of something, on top of that. ഇങ്ങനെയൊക്കെ പറയാം അല്ലേ, on top. Furthermore, അതിനേക്കാൾ കൂടുതൽ, in addition, ഒന്നും കൂടെ കൂടുതലായി പറയുകയാണെങ്കിൽ, what is more is that, ഇവിടെ കുറച്ചും കൂടി കൂടുതലുള്ളത് എന്താണെന്നൊക്കെ വെച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓൺ ദ ടോപ്പ് ഓഫ് ദാറ്റ് വി ഷുഡ് ഹാവ് ടു ഡിസ്കസ് ദിസ് പോയിന്റ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചില പോയിന്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പറയാം. ഇപ്പോൾ ഓരോ സെക്കൻഡ്ലി, തേർഡ്ലി, ഫോർത്തിലി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഫർദർമോർ, ഇൻ അഡീഷൻ, വാട്ട് ഈസ് മോർ എന്നതൊക്കെ നമുക്ക് പറയാം. അനദർ പോയിന്റ് വർത്ത് കൺസിഡറിങ് ഈസ് അല്ലേ, മറ്റൊന്നാണ്. അനദർ പോയിന്റ് വർത്ത് കൺസിഡറിങ് ഹിയർ ഈസ്, അനദർ ഫാക്ടർ ടു നോട്ട് ഈസ്, ലാസ്റ്റ്ലി, ഫൈനലി, ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇതൊക്കെ പറയല്ലേ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, അവസാനത്തതും എന്നാൽ അപ്രധാനമല്ലാത്തതും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പോകാം. ഇനി പ്രസൻറ്റിങ് ഐഡിയ ആൻഡ് ഗിവിങ് എക്സാമ്പിൾസ്, ഒരു ഐഡിയ പ്രസൻറ്റ് ചെയ്യുന്നു, അതിൻ്റെ എക്സാമ്പിളും കൊടുക്കുന്നു. ഇതൊക്കെ അക്കാദമിക് ഡിബേറ്റുകളിലും അതേപോലെ തന്നെ ഡിസ്കഷനുകളിലൊക്കെ ഉണ്ടോ. വെൻ ഇറ്റ് കംസ് ടു മീ അല്ലേ, വെൻ ഇറ്റ് കംസ് ടു ഡിസ്കഷൻ എന്നൊക്കെ പറയാം. വെൻ ഇറ്റ് കംസ് ടു ദിസ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട്, വെൻ ഇറ്റ് കംസ് ടു ദിസ് ടോപ്പിക് എന്നൊക്കെ നമുക്ക് പറയാം. ഇൻ ടേംസ് ഓഫ്, നമ്മൾ പറയുന്ന മറ്റൊന്നാണ്, ഇൻ ടേംസ് ഓഫ് ദ കണ്ടീഷൻസ് റിവീൽഡ് ഹിയർ വി കുഡ് സേ ദാറ്റ് with respect to this point or with respect to conditions prevail in our country, not only but also നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അക്കോർഡിംഗ് ടു എക്സ്പേർട്സ് ഇറ്റ് ഈസ് റിലയബിൾ എന്നൊക്കെ നമുക്ക് പറയാമല്ലോ. റിസർച്ച് ഹാസ് ഫൗണ്ട് ദാറ്റ്, ഇപ്പോഴും പറയുന്നതാണ്, റിസർച്ചുകളൊക്കെ ഇതിനെക്കുറിച്ചിട്ട് കണ്ടെത്തിയിട്ടുള്ളതിൻ്റെതാണ്. ദർ ആർ ദോസ് ഹു ആർഗ്യൂ ദാറ്റ് അല്ലേ, ഇങ്ങനെ വാദിക്കുന്ന ആളുകൾ അവിടെ ഉണ്ട്. ദർ ആർ ദോസ് ഹു ആർഗ്യൂ ദാറ്റ്, ഈ വാദമുള്ള ആളുകളുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, ഫോർ എക്സാമ്പിൾ, സച്ചാസ് എന്നുള്ളതൊക്കെ നമ്മളിതിൽ ഉപയോഗിക്കുന്നതാണ്. ഇനി എക്സ്പ്രസിങ് റിസൾട്ട് ആൻഡ് റീസൺ, ഇതിൻ്റെ ഒരു റിസൾട്ട്, റീസണൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാം ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഹാസ് ലെഡ് ടു ദിസ് റിസൾട്ട്, ഇങ്ങനെയൊക്കെ പറയാമല്ലോ. ക്ലൈമാറ്റിക് ചേഞ്ച് ഹാസ് ലെഡ് ടു മെനി പ്രോബ്ലംസ് ആൻഡ് ഡാഷ് ഹാസ് റിസൾട്ടഡ് ഇൻ, അങ്ങനെയും പറയാം. ദിസ് ഹാസ് റിസൾട്ടഡ് ഇൻ ക്ലൈമാറ്റിക് ചേഞ്ച് അല്ലേ. ഓൺ അക്കൗണ്ട് ഓഫ്, നമ്മൾ പറയുന്നതാണ്, ഓൺ അക്കൗണ്ട് ഓഫ് ദിസ് ഇഷ്യൂ വി കുഡ് സേ ദാറ്റ് അല്ലേ, ഡ്യൂ ടു ദിസ് പ്രോബ്ലം, റീസണെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ വരുന്നത്. ഡ്യൂ ടു ദിസ്, വൺ റീസൺ ബിഹൈൻഡ് ദിസ് ഈസ്, ഇതിന് പിന്നിലുള്ള ഒരു റീസൺ, കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ റീസൺ ബിഹൈൻഡ് ദിസ് ഈസ് അങ്ങനെ പറയാം. കോൺസിക്വൻ്റ്ലി, അതിന് അനന്തരഫലമായിട്ട്, ആൻഡ് ദെർഫോർ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. കോൺട്രാസ്റ്റിംഗ്, ഒരാളുടെ എതിരഭിപ്രായം നമുക്ക് വന്നാൽ ഡിസ്കഷനിലൊക്കെ വന്ന് എന്ത് നമുക്ക് പറയാം, ആൾദോ, ഈവൻ ദോ അല്ലേ, although what you have said is prevailing in our country, I could say that it should be avoided or it should be eradicated from this country. നിങ്ങൾ പറഞ്ഞത് ഇവിടെ ഉണ്ട് എങ്കിലും അതിനെ ഒഴിവാക്കേണ്ടതാണ്. ഈവൻ ദോ
in spite of these problems, we could say that we should stand for secularism. Despite the fact that the policemen are trunching the people, we could say that the law and order should be maintained. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. On one hand, on the other hand, ഇത് നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞതാണ്. However, nevertheless, even so, നമുക്കറിയുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. ഇതോടുകൂടി നമ്മുടെ ചാപ്റ്ററും കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. ടു സം അപ്പ്, ഇൻ കൺക്ലൂഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. All things considered, in this discussion, all things considered, we could say that taking everything into consideration, we have to say that the advantages of outweighs the disadvantages. The advantages of this topic outweighs the disadvantages. ഇതിൻ്റെ നന്മകളൊക്കെ ഇതിൻ്റെ തിന്മകളെ ഇല്ലാതാക്കി തീർക്കുന്നു. അപ്പം നന്മകൾ അത്രയും കൂടുതലാണെന്ന് അർത്ഥം. And weighing up both sides of the argument, ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ആർഗ്യുമെൻറ്റുകളെയും ഒരുമിച്ച് വെച്ചിട്ട് അതിനെ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എന്ന് പറയുമല്ലോ, അങ്ങനെ weighing up both the sides of the argument, I could say that this is correct, we should follow this. An opinion last, as far as I am concerned, from my point of view, in my opinion, personally speaking, my own view on the matter, ഇതൊക്കെയാണ് ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ. സോ ഇന്നത്തെ ഒരു ചാപ്റ്റർ നമ്മൾ കുറച്ച് കൂടുതൽ ഭാഗം എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ നന്നായി പ്രയോഗത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരുപാട് പ്രാവശ്യം ഉപയോഗിച്ചു കൊണ്ടേയിരിക്കണം. ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ നമ്മളിത് നന്നായി ഉപയോഗിക്കലുണ്ട്, പക്ഷേ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു അവസരമില്ല. സോ വാട്ട് ഐ ഹാവ് ടു സേ ടു യു ഈസ് ദാറ്റ് യു ഷുഡ് പ്രാക്ടീസ് ദീസ് ഫ്രേസസ്, you should practice these suggestions, and it will make your language flourished. So don't fail to use it. Rely on the examples and take it as a template for your language. And furthermore, while you are using this language, you can also make many phrases for your own users. So thank you for your passionate watching. If you have any confusion, ask me in my WhatsApp number 9747687129. Thank you for watching the video.